ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നൊരു ഓണക്കാലത്തിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു സുഹൃത്തിനെ പിക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അശ്വനെ പിക്കാൻ വന്നേണ്ടോ? അപ്പോൾ കാണാൻ വന്ന് ബാക്കി പറയാം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നോർത്ത് റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ നമ്മുടെ ആളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലശ്ശേരിക്കാരാണ്. അപ്പോൾ ആൾ കൊച്ചിയിൽ വരേണ്ട, നമ്മുടെ ഓഫീസിൽ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വന്നതാണ്. പിന്നെ ആൾക്ക് ഒന്ന് കൊച്ചി കാണണം. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ ഈ വരുന്ന കേട്ടോ അശ്വിൻ. അപ്പോൾ അശ്വിൻ രാവിലെ വന്നെങ്കിലും വൈകിട്ട് തിരിച്ചു പോകണം. അപ്പോൾ എത്രമാത്രം ഇന്ന് എറണാകുളം ചുറ്റി കാണാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ ഷോർട്ട് പീരീഡാണ്. അപ്പോൾ അതിനുള്ളിൽ കുറച്ച് കാഴ്ചകളൊക്കെ കാണിക്കണം ഇയാൾ. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ടാസ്ക്. ആദ്യമേ നമ്മൾ ഫുഡൊക്കെ അടിച്ചിട്ട് നേരെ നമ്മൾ എടപ്പള്ളിക്കാണ് പോകുന്നത്. കാരണം നമ്മുടെ ഓഫീസ് അവിടെയാണ്. അവിടെ പോയിട്ട് കുറച്ച് പ്രൊസീജറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം തിരിച്ച് നമുക്ക് എറണാകുളത്തേക്ക് വരാനുണ്ട്. അപ്പോൾ ഈ കാണുന്നത് നോർത്തിലൂടെ നമ്മൾ പോകാണ്ടോ. ഈ എടപ്പള്ളിയുടെ ഒരു തിരക്കൊക്കെ പായ തുടങ്ങും. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ നേരെ തിരിച്ച് എറണാകുളം പോകട്ടോ. നമ്മളപ്പോൾ നമ്മളെ എടപ്പള്ളിയിലെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എറണാകുളത്തേക്ക് പോകണ്ട. പുള്ളിക്ക് മഹാരാജാസ് കോളേജ് ഒന്ന് കാണണം. അപ്പോൾ അത് കാണിക്കാൻ വേണ്ട നമ്മുടെ ആദ്യത്തെ പരിപാടി. കണ്ണൂരിൽ നിന്ന് ആള് ശരിക്കും കണ്ണൂരിൽ നിന്നുള്ളൊരു സഖാവ് കൂടിയാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് ശരിക്കും മഹാരാജാസ് കോളേജ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു പ്രത്യേക ഒരു വികാരമാണ്. പിന്നെ അഭിമന്യുവിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ പുള്ളിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടിയാണ് നമ്മൾ മെയിനായിട്ട് വന്നത്. ഇതാ പുള്ളിയുടെ ഫോട്ടോ. അങ്ങനെ സഖാവ് കണ്ടില്ലാന്നുണ്ടോ? കണ്ടില്ലേ സംഭവം? കണ്ടില്ലേ? അങ്ങനെ നേരെ നമ്മൾ മഹാരാജാസിൻ്റെ ബാഗേജിലാണ് നിൽക്കുന്നത്. ഈ ഒരു കവാടത്തിൽ നിന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നേരെ നമ്മൾ പോകാൻ പോകുന്നത് ഫോർട്ട് കൊച്ചിയിലേക്കാണോ. അപ്പോൾ നമ്മൾ ഫോർട്ട് കൊച്ചിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത് വാട്ടർ മെട്രോയിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു വാട്ടർ മെട്രോ ആണ്. നമ്മളത് കഴിഞ്ഞ ദിവസം കണ്ടതാണെങ്കിലും ഇവർ കണ്ടിട്ടില്ല. ഇവരുടെ ആദ്യത്തെ ട്രിപ്പ് ആയിരിക്കും അത്. അപ്പോൾ ഇവരതും കാണിക്കണം, ഫോർട്ട് കൊച്ചിയിലെ കുറച്ച് ഭാഗങ്ങൾ കാണിക്കണം. കാരണം നമുക്കധികം സമയമില്ല. അപ്പോൾ ഈ ഒരു ഷോർട്ട് പീരീഡിൽ നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മളുള്ളത് ഹൈക്കോടതി ജംഗ്ഷനിലാണ് കേട്ടോ. ഹൈക്കോടതി ജംഗ്ഷനിലുള്ള വാട്ടർ മെട്രോൻ്റെ പോയിന്റിൽ നിന്നാണ് നമ്മൾ ഫോർട്ട് കൊച്ചിയിലേക്കുള്ള യാത്ര ചെയ്യുന്നത് കേട്ടോ. അത് കാണിക്കും. ഇതാണ് കുലിക്ക് 60 കടകൾ. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പോയിന്റ് വരുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ ഫോർട്ട് കൊച്ചിയിലേക്കുള്ള യാത്ര കേട്ടോ. വെയിലിൻ്റെ ഉപ്പാണ് അല്ലടാ. അത് വാങ്ങിക്കോട്ടെ. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും ബോട്ട് എത്തിയിട്ടുണ്ട്. നമുക്കുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ വാട്ടർ മെട്രോയിലേക്ക് കയറുവാണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് അതിൻ്റെ ചാർജിങ് പോയിന്റ് കേട്ടോ. അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ. ശരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ്. ശരിക്കും ഒരു ഹൈ ക്ലാസ് ഫെസിലിറ്റീസ് ആണ് നമുക്ക് ഇതിനകത്തുള്ളത്. അങ്ങനെ കിട്ടിയ പോലെ ഈ പ്രാവശ്യം സൈഡ് സീറ്റ് കിട്ടി. യൂണിവേഴ്സിറ്റിക്ക് രസമായിക്കോളും കാണാൻ. ശരിക്കും കൊച്ചിക്ക് പോകുന്നതിനപ്പുറമായിട്ട് ഇതിനകത്തൊരു ലക്ഷറി ഫീലാണ് കേട്ടോ കിട്ടുന്നത്. ഇന്നത്തെ സീറ്റിങ്സിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ആയാലും എയർ കണ്ടീഷൻ ആയാലും ഇതിൻ്റെ ഒരു വ്യൂ ആയാലും സൈഡിലുള്ള ആ ഒരു ഗ്ലാസ്സിൽ കൂടി നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ച എറണാകുളത്തിൻ്റെയും കൊച്ചിയുടെയും പിന്നെ ബോൾഗാഡിയുടെയൊക്കെ നമുക്ക് ഈ ഒരു വിഷ്വൽസ് നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും. പ്രത്യേകിച്ച് സന്തോഷ് ജോർജ് കുളങ്ങരെ പോലുള്ള ആളുകളൊക്കെ ഭയങ്കര അടിപൊളി ഒരു റിവ്യൂ ആണ് ഈ ഒരു ബോട്ടിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്. എങ്ങനെയുണ്ട്? ആ ബാഗേ കാണുന്ന ബിൽഡിംഗ് ഇല്ലേ, പഴയ സിനിമയിലൊക്കെ കാണാം. പണ്ട് നിറം പോലത്തെ സിനിമകളിലൊക്കെ കാണുന്ന ബിൽഡിംഗ്. എറണാകുളത്തിൻ്റെ ഇത് കാണുമ്പോൾ, എറണാകുളത്തിൻ്റെ ഒരു ഇതൊക്കെ കാണിക്കുമ്പോൾ കാണുന്ന ബിൽഡിംഗ്. അതുപോലെ 2 ബിൽഡിംഗ് ഉണ്ട് ഇവിടെ. ആ കട്ട് ചെയ്തേക്കണ ബിൽഡിംഗ് ഇല്ലേ, സൈഡ് കട്ട് ചെയ്തേക്കണം അത്. നമുക്ക് കായലിൻ്റെ അതിമനോഹരമായ ഭംഗിയും പ്രത്യേകിച്ച് ഈ പറയുന്ന കണ്ടെയ്നർ ടെർമിനലിൻ്റെ കുറേ ഭാഗങ്ങളും കണ്ടെയ്നർ ടെർമിനലിലെ ലോഡിങ്ങും ഡിസ്ചാർജിങ്ങും ഒക്കെ കാണാൻ സാധിക്കട്ടെ. ശരിക്കും നമ്മൾ ഈ ഒരു ബോട്ടിൽ പോകുമ്പോൾ മാത്രമാണ് ഇത്തരം കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ കൊച്ചി ചലോ. അങ്ങനെ നമ്മൾ കൊച്ചിയിൽ ഇറങ്ങി കേട്ടോ. കൊച്ചിയിൽ ഇറങ്ങുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്ന ഇതുപോലെ തന്നെ പ്ലക്കാർഡും പിടിച്ചേക്കുന്ന കുറേ ഓട്ടോ ചേട്ടന്മാരാണ്. ഇവരാണ് ഈ ഒരു കൊച്ചിയുടെ ഭാഗങ്ങളൊക്കെ സഞ്ചാരികളെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ നടക്കുന്ന ആളുകൾ കേട്ടോ. ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. ജോസ് സ്ട്രീറ്റ്. ആ സൈക്കിള് വാടക.
ഏതാ ജ്യൂസ് എല്ലാം ഉണ്ടോ. ഷോർട്ട് വിസിറ്റ് ആണ് തന്നെ നമ്മൾ വേഗം ഫുഡ് കഴിച്ചിട്ട് ഫോട്ടോ വെച്ച് ബീച്ചിലേക്ക് ഇറങ്ങിയിട്ട് ബീച്ചിലേക്ക് ഇറങ്ങുമ്പോൾ നല്ല കായൽ മത്സ്യങ്ങളും കടൽ മത്സ്യങ്ങളൊക്കെ വിൽക്കാൻ വെച്ചേക്കണതാണ്. അവർക്കതൊരു പുതുമ തന്നെയായിരുന്നു. മട്ടാഞ്ചേരി മാർട്ടിൻ അതാണ് ആ പുള്ളിയാ അത് തന്നെ ചീര ഇസ്മൈ എന്നൊക്കെ പറഞ്ഞ പുള്ളിയാ അത്. ഇമാനുവൽ ജോസഫ് താങ്കളുടെ ഫാൻസ് പറയണ്ടോ ആങ്കർ പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തോളം ഇവിടെ നങ്കൂരം ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള. കുറച്ച് നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്ത ശേഷം ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ട് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ കംപ്ലീറ്റ് ഫോട്ടോ വെച്ചിയുടെ ആ ഒരു ബീച്ചിൻ്റെ ഭാഗം ശരിക്ക് കാണാൻ പറ്റും. ആകെ മൊത്തം അലമ്പായി കിടക്കുവാണ്, എന്നാലും നല്ലൊരു കാഴ്ചയായിരുന്നു. അങ്ങനെ കുറച്ച് നേരത്തെ കാഴ്ചകളൊക്കെ ശേഷം നമ്മൾ ഫോട്ടോ വെച്ചോടെ വിട പറയുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് 4 മണിക്കാണ് ട്രെയിൻ. അങ്ങനെ അത് പിടിക്കാനായിട്ട് നമ്മൾ പാഞ്ഞു ഗൈസ്. നല്ല ഫുഡ് കഴിക്കാറുണ്ട്. ഇപ്പൊ എന്താ ഊള ഫുഡായി പോയി.